ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുക, ചാർജിങ് സ്റ്റേഷൻ ഇല്ലാതെ വരുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ പെട്ടുപോകുമല്ലോ വഴി കിടന്നും രാത്രിയിൽ. ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും ഓഫായി വണ്ടി. അപ്പം പറയുന്നത് ലിമ്മോഡിനെ വിശ്വസിക്കരുത്. തിരിച്ചു വന്നപ്പോൾ അവിടെ വന്നപ്പോൾ 60 ഉള്ളായിരുന്നു, വീട്ടിൽ വന്നപ്പോഴും 60 ഉണ്ട്. ആ ഇറക്കത്തിൽ തന്നെ ബാക്കി കിട്ടി. ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പം ചാർജിങ് സ്റ്റേഷനുള്ള റെസ്റ്റോറൻറ്റ് പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്ക് വണ്ടി ചാർജ് ആവും, അങ്ങനെയുള്ള കുറേ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അത് പ്രാക്ടിക്കലി നടക്കുന്നുണ്ടോ? അങ്ങോട്ട് കയറ്റം കയറുന്ന സമയത്ത് ചാർജ് പെട്ടെന്ന് ഇതിന്റെ അങ്ങ് താഴാൻ സാധിക്കും. ഭയങ്കരമായിട്ട് താഴും. നമ്മുടെ നെക്സൺ EV കമ്പയർ ചെയ്ത് EC3 യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും ഇതിന് കിട്ടുന്നുണ്ടോ? അതോ ഞങ്ങളിത് സെയിം റോഡിൽ ഓടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ വ്യത്യാസം മനസ്സിലാവും. ഈ വണ്ടിയിൽ സ്പീഡിൽ പോകുമ്പം KCBയുടെയും കുഴപ്പമില്ല, പക്ഷെ ടാറ്റയുടെ എങ്ങും വർക്കാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 ഇലക്ട്രിക് കാർസുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2 ഇലക്ട്രിക് കാർസ് എന്ന് പറഞ്ഞാലും ഈ 2 ഇലക്ട്രിക് കാർസിൻ്റെ സെപ്പറേറ്റ് യൂസർ എക്സ്പീരിയൻസ് നമ്മുടെ ചാനൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. നെക്സൺ EV പല യൂസർ റിവ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. സിട്രോൺ EC3യുടെയും യൂസർ റിവ്യൂ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 വണ്ടിയും ഒരാൾ യൂസ് ചെയ്യുന്നതാണ്. ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന 2 ഇലക്ട്രിക് കാർസാണ് നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ബ്രാൻഡ്സ് ചൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു? ടാറ്റ മോട്ടോഴ്സ് പൊതുവേ ആളുകൾ ചൂസ് ചെയ്യുന്നതാണ്, പക്ഷേ സിട്രോൺ എന്നുള്ളത് അധികം നമുക്ക് റോഡുകളിൽ കാണാൻ പറ്റില്ല. എങ്കിലും അതിൻ്റെ രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയുമ്പോൾ ഇതിൽ ഏത് വണ്ടിയാണ് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടതെന്നുള്ളതെന്നറിയാം. ഇലക്ട്രിക് വാഹനം എടുക്കാനൊന്നും സമയമായിട്ടില്ല എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. കാരണം നല്ല ലോങ് ഡിസ്റ്റൻസുകൾ എല്ലാ മാസവും കവർ ചെയ്യാറുള്ളത് കൊണ്ടാണ് ഇലക്ട്രിക് വാഹനം എടുത്തതെന്നാണ് യൂസർ പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ഇലക്ട്രിക് കാർസിൻ്റെ ഒക്കെ യൂസർ. വെൽക്കം ടു അവർ ചാനൽ. അഡ്വക്കേറ്റ് അശോക് കുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അഡ്വക്കേറ്റ് ആണ്, വേറെ ഫാമിലി ബിസിനസ്സുകളൊക്കെ നടത്തുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളിലോട്ട് വന്നത്. ഇത് മാത്രമല്ല വേറെ കാർസൊക്കെ ഉണ്ട്, നമ്മളത് പറയാൻ വഴിയെ. എങ്കിലും ഇലക്ട്രിക് കാർസിലോട്ട് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് കാർ എടുക്കണമെന്ന് അങ്ങനെ തോന്നുന്നതും എങ്ങനെയാണ് ഫസ്റ്റ് കാർ ചൂസ് ചെയ്യുന്നതും? ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇലക്ട്രിക് കാറുകളാണ് കൂടുതലും 2025 മുതൽ കൂടുതലും മാർക്കറ്റിൽ വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നെ ടാറ്റയുടെ നെക്സോണെ കുറിച്ചൊരു അഭിപ്രായം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് സാധാരണ ആളുകൾക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ നിലയിൽ വീട്ടിൽ ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് 300-350 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഒരു നെക്സോൺ തന്നെ എടുക്കാമെന്നാണ് ആദ്യമേ വിചാരിച്ചത്. വേറെ കാർസ് ഒന്നും നോക്കാൻ പോയില്ല അന്ന് വേറെ കാർസ് ഒന്നും നോക്കാൻ പോയില്ല. നെക്സോൺ തന്നെ തീരുമാനിച്ച് പോയി എടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മാക്സ് ആയതുകൊണ്ട് അതിന് 480 കിലോമീറ്ററാണ് പറയുന്നത് EV മാക്സിന്. പക്ഷേ ഇതിന് 350 കിലോമീറ്റർ നമുക്ക് എല്ലാ ഓട്ടത്തിലും കിട്ടുന്നുണ്ട്. പിന്നെ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സാമ്പത്തിക വശവും നോക്കുമ്പം ഇനിഷ്യലി എക്സ്പെൻസ് കൂടുന്നുണ്ടെങ്കിലും പക്ഷേ അതിനുശേഷം നമുക്ക് വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ മറ്റേ ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന സമയത്ത് 2000 ഇങ്ങനെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ചാർജ് ചെയ്ത് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പണം മുടക്കാതെ തന്നെ തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റ് പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഫാമിലിയുടെ ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് യാത്രകൾ 2-3 ജില്ലകളിലായിട്ട് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ 3-4 ജില്ലകളിൽ യാത്രയുണ്ട്. അപ്പോൾ ആ 4 ജില്ലകളിൽ യാത്ര എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു ദിവസം ഒരു 10-200 കിലോമീറ്ററോളം യാത്ര മിക്ക ദിവസങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാഹനം ഇലക്ട്രിക് ആകുമ്പോഴുണ്ടാകുന്ന ഗുണം ഇത് അനുഭവിച്ച് കഴിഞ്ഞപ്പം വളരെ നല്ലതായി തോന്നി. മറ്റേന്ന് പറയുന്നത് വാഹനം നമ്മൾ ഓടിക്കുന്നതനുസരിച്ച് പെട്രോൾ ആദ്യമേ ഞങ്ങൾക്ക് പോളോ ഉപയോഗിച്ച സമയത്ത് പോളോയ്ക്ക് ഒരു 13-14 കിലോമീറ്ററേ പെട്രോൾ കിട്ടത്തുള്ളായിരുന്നു. പിന്നെ ഓടിയെ സംബന്ധിച്ച് ഓടിക്കാന്നേൽ ഒരു 14-15 കിലോമീറ്ററേ കിട്ടുന്നുള്ളൂ. അതിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വെൻഡോ ഉണ്ട്. ആ വെൻഡോയ്ക്കും അതേ സ്ഥിതിയാണ്. വെൻഡോ കുറച്ചുകൂടെ മൈലേജ് ഉണ്ട്. അത് ഡീസൽ വണ്ടിയാണ്. അതിനും ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്നുള്ളൂ. 20 ഒക്കെ മാക്സിമം കിട്ടുന്നുള്ളൂ. അപ്പം അതിനേക്കാൾ കുറച്ചുകൂടെ സൗണ്ട് ഇല്ല, കുറച്ചുകൂടെ കംഫർട്ട്. സ്വന്തമായിട്ട് ഓടിച്ചു പോകാനാണെങ്കിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഓടിച്ചു പോകാം. വലിയൊരു സൗണ്ട് ഇല്ല, റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റും. എന്തോ ഒരു കംഫർട്ട് മറ്റ് ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും
ആയിട്ട്. പക്ഷേ ഇത് ഇടയ്ക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച ആദ്യമേ പർച്ചേസ് ചെയ്തത് മറ്റു വാഹനം കൂടുതൽ ഉപയോഗിക്കാമെന്ന്. പക്ഷേ ഇത് പർച്ചേസ് ചെയ്ത് ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇതേന്ന് മാറാൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവരും ആദ്യമേ എടുക്കാൻ താല്പര്യം കാണിക്കുന്നത് ഈ ഇലക്ട്രിക് വണ്ടിയാണ്. ഇലക്ട്രിക് വണ്ടിക്ക് ശേഷം മാത്രമേ അത് രണ്ടും ആരെങ്കിലും വീട്ടിൽ ഓരോരുത്തർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ഇലക്ട്രിക് വണ്ടി തന്നെ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വൈഫാണെങ്കിലും സ്കൂളിൽ പോകാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ്. നേരത്തെ വേറെ വാഹനമായിരുന്നെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനോടാണ് താല്പര്യം. മക്കൾക്കാണെങ്കിൽ അവർക്കും അത് തന്നെയാണ് താല്പര്യം. അവർ രണ്ടുപേരും ഇത് യൂസ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും ഇപ്പം നമുക്ക് നല്ല ഒരു കംഫർട്ട് ഇതിന് തോന്നുന്നുണ്ട് മറ്റു വാഹനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇലക്ട്രിക്കിലേക്ക് അങ്ങ് തിരിഞ്ഞത് അതിന് കിട്ടിയ ഒരു പ്രത്യേക അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. പക്ഷേ ആളുകളൊക്കെ നേരത്തെയൊക്കെ പറയുമായിരുന്നു ഇത് വഴി കടന്നു പോകും, അല്ലെങ്കിൽ ചാർജിങ്ങിനുള്ള സംവിധാനം. നമുക്കിപ്പോൾ വീട്ടിൽ ചാർജ് ചെയ്തിട്ട് തന്നെ ഒരു എറണാകുളം പോയി തിരിച്ചു വരുന്നതിന് പ്രത്യേകിച്ച് ഒരു ചാർജ് ഇല്ലാതെ തന്നെ തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. പത്തനംതിട്ട എറണാകുളം പോയി വരാം, പത്തനംതിട്ട തിരുവനന്തപുരം പോയി വരാം. ഞാൻ കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോട് ചാർജ് ചെയ്തിട്ടാണ് പോയത്. ഒന്ന് ചാർജ് ചെയ്യണം. അല്ല ഇടയ്ക്ക് അങ്ങോട്ട് പോയപ്പോൾ എറണാകുളത്ത് ഒന്ന് ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ പോയി തിരിച്ചു വന്നപ്പോഴും എറണാകുളം ഭാഗത്തുനിന്ന് ചാർജ് ചെയ്ത് തിരിച്ചു ഇവിടെ വരാൻ സാധിച്ചു. അങ്ങനെ ഒരു കൺവീനിയന്റ് ആയിട്ട് തോന്നി. ഓക്കെ. അപ്പം ഈ എല്ലാവർക്കും ഇലക്ട്രിക് വണ്ടിയോടുള്ള പിടിച്ചുപറി കാരണമാണോ നമ്മൾ അതെ തന്നെ. ഒരു വാഹനം ഉപയോഗിച്ചോ എല്ലാവർക്കും ഈ വാഹനം വേണമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ എന്നാലേ ഒരു വാഹനം കൂടെ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഇലക്ട്രിക് വാഹനത്തിന്റെ ആവശ്യം കൂടി വന്നതുകൊണ്ടാണ് രണ്ടാമതൊരു ഇലക്ട്രിക് വാഹനം കൂടെ എടുക്കാൻ നോക്കിയത്. അപ്പം ഇതെടുക്കാൻ നോക്കിയപ്പോൾ ഏതൊക്കെ ആയിരുന്നു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു മറ്റു വണ്ടികൾ? ഇത് നോക്കിയ സമയത്ത് അതിന് മുമ്പായിട്ട് നമ്മളെ MGയുടെ ഒരു വാഹനം കൂടി ഓടിച്ചു നോക്കി. അപ്പം അത് നോക്കിയ സമയത്ത് അതിലും ഈ വാഹനം അതിന് ശേഷം പോയി ഓടിച്ചപ്പോൾ അതിൻ്റെ ആ ഇരിപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഷോക്കിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് നോക്കിയപ്പോൾ പിന്നെ ഒരു ഫ്രഞ്ച് കാറാണ് കുറച്ചുകൂടെ ആ പറയുന്ന മൈലേജ് അത് 350 പറയുന്നുണ്ട്. പക്ഷേ 250 കിലോമീറ്ററാണ്, 230 250 ഇടയിലാണ് കിട്ടാറുള്ളത്. ആ ഒരു ഇത് തോന്നിയപ്പോൾ കുറച്ചുകൂടെ കംഫർട്ട് ആ വണ്ടിയും തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് അപ്പോഴേ അതങ്ങ് ബുക്ക് ചെയ്തു. ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അന്ന് തന്നെ സിട്രോൺ ബുക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതിന് ഓൺ റോഡ് എത്ര ആയിരുന്നു അന്ന്? അതിന് ആ സമയത്ത് 14 ലക്ഷം രൂപയായിരുന്നു ഏകദേശം. നമ്മുടെ നെക്സൺ EV എടുത്തപ്പം 20 ആയി. ഓക്കെ. അപ്പം ഇതാണ് രണ്ട് വണ്ടിയുടെയും പ്രൈസും എടുത്തതിനുള്ള കാരണവും. അപ്പം ബുക്കിംഗ് പീരീഡ് ഒന്നും വലിയ താമസമൊന്നും വന്ന് കാണത്തില്ല. ഇതൊരു ആദ്യമേ നോക്കിയപ്പോൾ വൈറ്റ് കളർ ഇല്ലായിരുന്നു. വൈറ്റ് കളർ വരാൻ വേണ്ടി ഒരു പത്തനംതിട്ട ആദ്യമേ നോക്കിയപ്പോൾ പത്തനംതിട്ട വൈറ്റ് MK ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഗൂഗിളും അവിടെ പോയി വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം വൈറ്റ് അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. ആദ്യം ഒരു മാസം ഇവിടുന്ന് വെയിറ്റ് ചെയ്തായിരുന്നു വൈറ്റ് കിട്ടാൻ വേണ്ടി, കിട്ടിയില്ലായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് എടുത്തു. ഇതിന് പക്ഷേ ഒരു 2 months വെയിറ്റ് ചെയ്തു. കൊച്ചി ഷോറൂം. ഓക്കെ. പിന്നെ അറിയേണ്ടത് ഇപ്പം നമ്മൾ ലോങ്ങിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, എങ്കിലും ചോദിക്കുകയാണ്. ലോങ് ഇപ്പം പല കാർസ് യൂസ് ചെയ്യുന്നു. ഹൈബ്രിഡ് കാർ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെ ഹൈക്രോസ് ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പം ലോങ് ഡ്രൈവ് ചെയ്യാൻ EV കാർസിൽ പറ്റില്ല എന്നുള്ള പല ആംഗിളും വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് സ്വന്തം എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ളത് എന്താണ്? ഈ ലോങ് പോകുന്നതിനാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കംഫർട്ട്. ഇപ്പോൾ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത്. പക്ഷേ ഒരു 150 കിലോമീറ്റർ 200 കിലോമീറ്റർ ഉള്ളിലുള്ള യാത്രയാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാതെ പോകാൻ സാധിക്കും, പോയി വരാൻ സാധിക്കും. മറ്റേ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുക, ചാർജിങ് സ്റ്റേഷൻ ഇല്ലാതെ വരുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ പെട്ടുപോകുമല്ലോ വഴി കിടന്നു രാത്രിയിൽ. പക്ഷേ അതും ഒരു പ്രാവശ്യം അങ്ങനെ ഒരു അനുഭവം തോന്നി. ഇടുക്കി ഭാഗത്തുകൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് സാധാരണ പീരിമേട് അങ്ങോട്ട് കയറ്റം കയറുന്ന സമയത്ത് ഈ ചാർജ് പെട്ടെന്ന് ഇതിൻ്റെ അങ്ങ് താഴാൻ സാധിക്കും. നെക്സണിൽ ഭയങ്കരമായിട്ട് താഴും. പക്ഷേ ഞങ്ങൾ അങ്ങനെ കുമളി വരെ പോകാൻ റിട്ടേൺ ചെയ്ത് വഴി ചെന്നപ്പോൾ ചാർജിങ് സ്റ്റേഷൻ ചാർജിങ് കിട്ടിയില്ല. കുമളി വരെ പോകാനിരുന്നത് തിരിച്ചു പോന്നു. കുറച്ച് കുമളിക്ക് അടുത്ത് എന്ന് വെച്ച് തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ വീട്ടിലെത്താൻ കാണില്ല എന്ന് വിചാരിച്ചാണ് പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചുള്ള ഇറക്കം, കുട്ടിക്കാനം ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 100 കിലോമീറ്റർ അഡീഷണൽ കയറി. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവിടെ വന്നപ്പോൾ 60 ഉള്ളായിരുന്നു, വീട്ടിൽ വന്നപ്പോഴും 60 ഉണ്ട്. ആ ഇറക്കത്തിലേക്ക് തന്നെ ബാക്കി കിട്ടി. ഇച്ചിരി സൂക്ഷിച്ചു വന്നു. അപ്പോൾ ഇത് തീർന്നു പോകുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ ഓടിച്ച് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഇവിടെ 60 കിലോമീറ്റർ ഉണ്ട്. പൂർണ്ണമായിട്ടും റീഗെയിനിൽ 60 കിലോമീറ്റർ കിട്ടി എന്നല്ല പറഞ്ഞത്. ആ ഒരു ഇതിൽ ഡ്രൈവിൽ അത്ര എക്സ്ട്രാ കിട്ടി. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ലോങ് പോകാനും
നമുക്ക് പ്രയാസമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസുകൾ കിട്ടിയപ്പോൾ മനസ്സിലായി കാണും ഇതാണ് കുറച്ചുകൂടെ ധൈര്യമായിട്ട് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം, ഇപ്പോൾ സൗണ്ട് പൊല്യൂഷൻ ഒരു പൊല്യൂഷനാണ്, അതേപോലെ തന്നെ ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ചൂടോ അങ്ങനെയുള്ള ഒന്നും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഇത് കുറച്ചുകൂടെ കംഫർട്ടായിട്ട്, മറ്റേ ഈ ഡീസൽ വണ്ടിക്ക് സൗണ്ട് കൂടുതലാണ്. ഇപ്പോൾ വോക്സ്വാഗൺ വണ്ടിയൊക്കെ നല്ല സൗണ്ടിലാണ് ഓടുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട്. ഇതാകുമ്പോൾ സൗണ്ടും ഒന്നുമില്ല, നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട്. പിന്നെ മറ്റ് വാഹനങ്ങൾക്കുള്ള സ്പേസ് ഉള്ള കുറച്ചുകൂടെ വലിയ വണ്ടികളാണെങ്കിൽ കുറച്ചുകൂടെ ഈ ദൂരെ ലോങ് ട്രിപ്പിനൊക്കെ ഇത് പക്ഷേ നമുക്ക് ആ ഒരു പ്രശ്നം തോന്നാറില്ല. നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. പുറകിലുള്ള യാത്രയ്ക്ക് അത്രയും കംഫർട്ട് കാണത്തില്ല എങ്കിൽ പോലും ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് ഫാമിലി യൂസിന് വേറെ മറ്റ് കാറുകളും ഉപയോഗിക്കുന്നുണ്ട്. അല്ല, എല്ലാവരും കൂടെ പോകുമ്പോൾ കൂടുതലും മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഈ അടുത്തൊക്കെയുള്ള ഒരു എറണാകുളം, തിരുവനന്തപുരം എല്ലാം ഇതിലൊക്കെയാണ്. അതിനും ദൂരെയോട്ട് പോകുമ്പോഴാണ് കൂടുതലും മറ്റു വാഹനങ്ങളിലേക്ക്. എറണാകുളം പോയി വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് ഉണ്ട്. അപ്പോൾ ഇവന്റെ കാര്യം ചോദിക്കുകയാണല്ലോ, ഇത് കൂടുതലും ലോക്കൽ യൂസ് ആണോ അതോ? ഇത് 250 താഴെ ആയതുകൊണ്ട് ഇത് ലോക്കൽ യൂസ് ആണ് കൂടുതൽ എടുക്കുന്നത്. എന്നാലും എറണാകുളം ഞങ്ങൾ പോയി വരാം, പക്ഷേ അതൊന്ന് ചാർജ് ചെയ്തെങ്കിലേ വരാൻ പറ്റത്തുള്ളൂ. പോയിട്ടുണ്ട്. മെയ് മാസത്തിൽ തന്നെ 2 പ്രാവശ്യം പോയി, 2-3 പ്രാവശ്യം പോയി. 250 കിലോമീറ്റേഴ്സോളം. എന്നാലും ഞങ്ങളൊന്ന് ഒരു ധൈര്യത്തിനൊന്ന് ചാർജ് ചെയ്താൽ പോരാ. എവിടെയെങ്കിലും എറണാകുളത്ത് ഒന്ന് ചാർജ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് ചാർജ് ചെയ്ത് തിരിച്ചു വരും. ഇതാണെങ്കിൽ ആ പ്രശ്നമില്ല, ചാർജ് ചെയ്യാതെ തന്നെ തിരിച്ചു. പിന്നെ അവിടെ ചെന്ന് ഒരുപാട് ഓട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചാർജ് ചെയ്യുന്നതിന് എറണാകുളത്ത് പ്രശ്നമില്ല. തിരുവനന്തപുരത്ത് പോയാലും പ്രശ്നമില്ല, കേരളത്തിൽ പ്രശ്നമില്ല. ചിലപ്പോൾ ഈ തമിഴ്നാട് ചില ഭാഗത്തോട്ട് പോകുമ്പം ആദ്യമേ നമ്മുടെ ഇവിടെ ഈ നമ്മുടെ തെങ്കാശി ഭാഗത്തോട്ടൊക്കെ വല്ലപ്പോഴും പോകുമ്പം അവിടോട്ട് പോകുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവിടെയും പമ്പായിട്ടുണ്ട്, ഈ ചാർജിങ് സ്റ്റേഷനായിട്ട്. തമിഴ്നാട് പോകാറുണ്ട്. പക്ഷേ ഇതേ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. മറ്റേ സാറിന് പോകുന്നത് അതിന് പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയോ എടുക്കും. കാരണം അങ്ങോട്ട് തിരുമലക്കോവിൽ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പിന്നെ അറിയാനുള്ളത്, ഇപ്പോൾ 2 ഇലക്ട്രിക് കാർസിനെ കമ്പയർ ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നെക്സൺ EV കമ്പയർ ചെയ്ത് EC3 യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും ഇതിന് കിട്ടുന്നുണ്ടോ, അതോ ഓപ്പോസിറ്റ്? റേഞ്ചിന്റെ കാര്യത്തിൽ അതാണ്, റേഞ്ചിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇതാണ് കിട്ടുന്നത്. ചില ഫീച്ചേഴ്സും ഇതിനകത്താണ് കൂടുതലുള്ളത്. അതിനകത്ത് അഡീഷണൽ പറയാൻ പറ്റുന്ന ഷോക്ക്, ഇതിനെ അപേക്ഷിച്ച് ഷോക്ക് നോക്കുമ്പോൾ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആ സീറ്റിംഗ് പൊസിഷനും ഡ്രൈവിങ്ങും സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് അത് തോന്നാറുണ്ട്. ഇത് കുഴപ്പമുണ്ടെന്നല്ല, ഇത് പക്ഷേ ഇതിനേക്കാൾ ഒരു വ്യത്യാസം അതിന് തോന്നുന്നുണ്ട്. ഷോക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ഇതുണ്ട്. പിന്നെ സൈസ് കുറച്ചുകൂടെ കോമ്പാക്ട് ആയതുകൊണ്ട് സിറ്റിയിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ കുറച്ചുകൂടെ ഒരു കംഫർട്ട് തോന്നാറുണ്ട്. എൻ്റെ വൈഫാണെങ്കിലും കൂടുതൽ ഇതെടുത്തുകൊണ്ടാണ് കൊണ്ടുപോകാനുള്ളത്. ടൗണിൽ യൂസ് ചെയ്യാനും കൊണ്ടുപോയി തിരിച്ച് വരാനൊക്കെയുള്ള സൗകര്യം, എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അതൊക്കെയാണ് ടൗണിൽ യൂസിന് ഇതിനുള്ള ഗുണം. ഈ 2 വണ്ടിയും കൂടുതൽ ഉപയോഗിക്കുന്ന ഇപ്പോഴും എവിടെ പോയാലും പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ വലിയ വാഹനങ്ങൾ കൊണ്ട് പോയാൽ പാർക്കിങ്ങിന് വേണ്ടി തന്നെ പിന്നെ ഒരു സഞ്ചാരമുണ്ട്. അത് വേണ്ടല്ലോ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അതൊരു വലിയ സ്വാതന്ത്ര്യമായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അങ്കിളുടെ മക്കളും യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരോടുകൂടെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. നമുക്ക് അതിന് മുന്നേ അങ്കിളിന് ഈ വണ്ടികളിൽ 2 ഇലക്ട്രിക് വണ്ടികൾ അല്ലെങ്കിൽ നെക്സണിലും സിട്രോണിലും തോന്നിയ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നെക്സോണിനകത്ത് ഷോക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു നെഗറ്റീവ് നമുക്ക് പറയാൻ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഈ സിട്രോണെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ ഒരിക്കലും AC അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് എപ്പോഴും ഒരേ കൂളിങ്ങിൽ കിടക്കും. അത് കൂട്ടി വെച്ചാൽ ഒന്നീ ചൂടിലേക്ക് മാത്രം പോകും, അല്ലെ അത് ഒരു മീഡിയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തേ ഇല്ല. അപ്പോൾ ഒരു തണുപ്പ് സമയത്തോ മറ്റേ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓൺ ചെയ്ത് ഇങ്ങനെ നിൽക്കാനേ പറ്റും. അതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് പിന്നെ ചെറിയ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഒരു 1 lakh കൂടെ വാങ്ങിയാൽ പോലും കൊടുക്കാവുന്ന ഒരുപാട് ഫീച്ചേഴ്സുകൾ കൊടുത്തിരുന്നെങ്കിൽ ആ വണ്ടി കുറച്ചുകൂടെ ബെറ്റർ ആയി. ഒരു 15 lakhs ആക്കിയിട്ട് അവരെന്തെങ്കിലും അഡീഷണൽ ഇതുകൂടെ ചെയ്തിരുന്നെങ്കിൽ ഒരു നല്ല വണ്ടിയായിട്ട് മാറുമായിരുന്നു. കാരണം ഈ പറഞ്ഞ ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം നല്ലത് ഇതിലാണ്. പക്ഷെ ബാക്കി ആൾക്കാർക്ക് കൂടുതൽ വേണ്ടിയ ഫീച്ചേഴ്സും റേഞ്ചും എല്ലാം അതിലാണ്.
വേറെ നെഗറ്റീവ് പിന്നെ കുറച്ചുകൂടെ പുള്ളിങ് ഇതിനാണ് കൂടുതൽ. വണ്ടി കൊടുത്താൽ പുള്ളിങ് അതിന് അത്രയും വരില്ല. പക്ഷേ എന്ന് വിചാരിച്ച് സാധാരണ ഓടിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ലീനിയർ പവർ ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ സൗകര്യം കൂടുതലുണ്ട്. അത് അതിന് ഇനിഷ്യൽ കുറച്ചുകൂടെ പവർ കൂടുതലാണ് നെക്സോണിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, മറ്റേതിന് അത് അല്പം കുറവുണ്ട്. ഓഡി ഒക്കെ യൂസ് ചെയ്യുന്ന ആളായ സ്ഥിതിക്ക് അപ്പം ഇനിഷ്യൽ പവർ ഒക്കെ പെർഫോമൻസ് എന്തായാലും വേണമായിരിക്കുമല്ലോ. അപ്പോൾ കാര്യത്തിൽ അത് ഇതാണ് ബെറ്റർ. ഓക്കെ ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. വേറെ നെഗറ്റീവ്സ് ഒന്നും തോന്നി? വേറെ നെഗറ്റീവ്സ് ഒന്നും തോന്നിയിട്ടില്ല. ഇലക്ട്രിക് വാഹനത്തിൽ ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി കൊണ്ടുവരെടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് പാർക്ക് ചെയ്യുക, അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവണം. ചാർജിങ് സ്റ്റേഷൻ ഉള്ള റെസ്റ്റോറൻറ്റ് പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്ക് വണ്ടി ചാർജ് ആവും. അങ്ങനെയുള്ള കുറേ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അത് പ്രാക്ടിക്കലി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി എക്സ്പീരിയൻസ് അങ്കിളിൻ്റെ മക്കളോട് ചോദിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ്, അഭിജിത്ത് ബ്രോ ആൻഡ് അനന്തു ബ്രോ. ഞങ്ങൾ പണ്ട് ബൈക്ക് ക്ലബിലും ആ ഒരു സമയത്ത് തൊട്ടേ നമുക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം വണ്ടിയുടെ എക്സ്പീരിയൻസിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് ഇനി അറിയേണ്ടത്. കാരണം അച്ഛൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫേവറേറ്റ് വണ്ടി ഏതാ? എന്തായാലും വണ്ടി എടുത്തപ്പം നിങ്ങളിവിടെ ചൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ബ്രാൻഡ്സിലേക്കൊക്കെ പോയത്. അപ്പം എങ്ങനെ ഒരു നെക്സൺ EV ആദ്യം നോക്കിയപ്പോൾ വേറെ ബ്രാൻഡ്സ് നോക്കിയില്ലേ? ഇതിന് പകരം വേറെ ഏത് ബ്രാൻഡ്സ് പകരം വയ്ക്കാൻ പറ്റുന്ന ബ്രാൻഡ്സ് ഏതെങ്കിലും ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് നെക്സോൺ എടുക്കുന്നതിൻ്റെ ആ സമയത്ത് നമ്മൾ MG-യുടെ EVയുടെ ഇതൊന്നും നോക്കി. ഓക്കെ ഓക്കെ, ZCV നോക്കിയായിരുന്നു? നോക്കിയായിരുന്നു. അതായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പിന്നെ അത് വെച്ച് രണ്ടും കൂടെ കമ്പയർ ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ പ്രൈസ് കുറവായിട്ടും അത് ഏകദേശം ആ സെയിം മൈലേജ് റേഞ്ച് തന്നെ കിട്ടുന്ന വണ്ടിയായിരുന്നു നെക്സോൺ. പിന്നെ നെക്സോൺ ചൂസ് ചെയ്യാമെന്ന്. അന്ന് എനിക്ക് തോന്നുന്നു ZCVക്കൊക്കെ പ്രൈസ് കൂടുതലാണ്. ഇപ്പോഴാണ് അന്ന് പ്രൈസും കൂടുതലായിരുന്നു. ഞങ്ങൾക്ക് ഓടിച്ചപ്പോൾ ഉള്ള വ്യത്യാസം തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഞങ്ങൾക്ക് അവർ കൊണ്ടു തന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ സീരീസിലുള്ള വണ്ടിയായിരുന്നു. എന്നുവെച്ചാൽ അപ്ഡേഷൻ വണ്ടിയായിരുന്നു കൊണ്ടുവന്നത്. അപ്പം അത് ഓടിച്ചപ്പം ഇതിൻ്റെ അത്ര ഒരു തോന്നിയില്ല എനിക്ക്. സെയിം റോഡ് തന്നെ രണ്ട് വണ്ടി ഓടിച്ചു. നമുക്ക് സ്പേഷ്യസ് ആയിട്ട് തോന്നിയതാ. MG ആണ് സ്പേഷ്യസ്, പക്ഷേ ഇരിക്കാൻ കംഫോർട്ട് എനിക്ക് കൂടുതൽ തോന്നിയത് ഈ വണ്ടിയിലാണ്. ഇതിലാണോ? ചിലപ്പം അവർ കൊണ്ടുവന്ന സീരീസ് പഴയതായോണ്ടായിരിക്കും, വ്യത്യാസം വല്ലതും കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഏറ്റവും അറിയേണ്ട കാര്യം ചാർജിങ് ടൈം. ഇലക്ട്രിക് കാസിൻ്റെ ചാർജിങ് ആണ് ഏറ്റവും ഒരു വെല്ലുവിളി പറയുന്ന ഒരു കാര്യം. അപ്പം ആ ചാർജിങ് ടൈം, എത്ര ടൈം ചാർജിങ്ങിന് എടുക്കാറുണ്ട് ഈ രണ്ട് വണ്ടിക്കും? ആക്ച്വലി ഇവിടെ വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി സമയം കൂടുതൽ എടുക്കും. ചാർജിങ് സ്റ്റേഷൻ തന്നെയുണ്ട് ഇവിടെ. 7 കിലോവാട്ടിന്റെ ഇതാണ് നമ്മൾ വെച്ചേക്കുന്നത്. അത് വെക്കുമ്പോൾ ഏകദേശം 7 കിലോവാട്ട്, 7.2. അപ്പോൾ അതിന് ഏകദേശം ഒരു ഇതാണെങ്കിൽ ഒരു 8 hours എടുക്കും. ഒരു 20% താഴെ ചാർജ്. 20% നമ്മൾ ഒത്തിരി അങ്ങ് ലോ ആക്കി ചെയ്യാത്തതുകൊണ്ട് 20%, 25% മുകളിൽ ചെയ്യുന്നതുകൊണ്ട് അത്രയൊക്കെ എടുക്കും ഏകദേശം. ഇതിന് അതിലും കുറവാണ്, ഒരു 2 മണിക്കൂർ കുറവ്, ഒരു 6 മണിക്കൂർ ബാറ്ററി കുറവാണ്. പുറത്ത് പോയി ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി അങ്ങ് കുറച്ചിട്ട് ചെയ്യത്തില്ല. നമ്മളൊരു മിനിമം ഒരു 20% എങ്കിലും വെക്കുമ്പോഴല്ലേ നമ്മൾ പോയി ചാർജ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ചാൽ ഒരു 30 minutes ഏകദേശം ഫാസ്റ്റ് ചാർജിങ് ആവും. പിന്നെ പലയിടത്തും പല ഇതാണ്, ചിലയിടത്ത് 25 kilowatts, ചിലയിടത്ത് 60. പക്ഷേ ഇതിന് രണ്ടിനും മാക്സിമം 30 അടുത്ത കിലോവാട്ടിന് ചാർജ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ഫാസ്റ്റ് ചാർജിങ് എത്ര ആണെങ്കിലും. അപ്പോൾ അതിൻ്റെ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 45-30 minutes അകത്തേക്കെത്തുള്ളൂ. അതുപോലെ ഇലക്ട്രിക് കാസ് ഇറങ്ങിയപ്പം എല്ലാവരും പറഞ്ഞൊരു കൺവീനിയൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പം വണ്ടി കൊണ്ടുവരെടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് പാർക്ക് ചെയ്യുക, അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവണം. ചാർജിങ് സ്റ്റേഷനുള്ള റെസ്റ്റോറൻറ്റ് പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്ക് വണ്ടി ചാർജ് ആവും. അങ്ങനെയുള്ള കുറേ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അത് പ്രാക്ടിക്കലി നടക്കുന്നുണ്ടോ? ചില ചാർജിങ് സ്റ്റേഷനിൽ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പം കുറച്ച് ടൈം എടുക്കും. അതിനോട് മീൻസ് റെസ്റ്റോറൻറ്റിനോട് അടുത്തുള്ള കൊച്ചിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ റെസ്റ്റോറൻറ്റ് പോയി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ലേറ്റ് ആകും. ഒരു സ്റ്റേഷൻ ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്ത ഏതെങ്കിലും KCBയുടെയോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും KCBയുടെ പൊതുവെ പലയിടത്തും വർക്കിംഗ് അല്ല. നമ്മൾ കൂടുതൽ പ്രൈവറ്റ് നോക്കുമ്പോഴാണ് ഇച്ചിരി കൂടെ വർക്കിംഗ്. ഉദാഹരണത്തിന് ഗോയിസി നല്ലതാ, പിന്നെ സിയോണ അങ്ങനെയുള്ളതൊക്കെ. KCBയുടെയും കുഴപ്പമില്ല, പക്ഷെ ടാറ്റയുടെ എങ്ങും വർക്കാകുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഷോറൂമിലെ ആയിരുന്നെങ്കിലും നേരത്തെ വർക്കാകുന്നില്ല. താരിഫും വ്യത്യാസമുണ്ട്, കൂടുതലാണല്ലേ? പ്രൈവറ്റില് സിയോണിലാണ് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത്. 18 പെർ യൂണിറ്റ്, 18 എനിക്കൊന്ന് ഗോയ്ക്കിനാണെങ്കിൽ ഗോയ്ക്കിന് 18, മറ്റേ 24 വരെയാകും അത്രയൊക്കെ പെർ യൂണിറ്റ്. ഓ ശരി. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പല ചാർജിങ് സ്റ്റേഷൻസിനും പല ആപ്പുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അതോ ഒറ്റ ആപ്പിൽ ഇത് കാണാൻ പറ്റില്ലല്ലോ?
ഇല്ല, പല ആപ്പ് അതൊരു ബുദ്ധിമുട്ടാണ്. അതൊരു ബുദ്ധിമുട്ടാണ്. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ആപ്പ് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നുന്നു. അതെ, അത് എല്ലാം കൂടി ഒരു ആപ്പിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോൾ ഓരോന്നിനും ഓരോ HP പമ്പ് ഒരെണ്ണത്തിന് നോക്കണം, ഇന്ത്യൻ ഓയിൽ വേറൊരു പമ്പ് എടുത്ത് നോക്കണം എന്ന് പറയുന്ന പോലെ. കോയ്ക്ക് സിയോണ് പിന്നെ KCBയുടെ ആണെങ്കിൽ ഏതിലാണെന്ന് മനസ്സിലാകത്തില്ല. ചാർജ് മോഡാണോ അതോ കെ മാപ്പ് എന്ന് പറഞ്ഞാൽ അവരിപ്പം പുതിയ ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട്. അതിൽ രണ്ടിൽ ഏതാണെന്ന് അറിയത്തില്ല. അത് ആക്യുറേറ്റ് ആണോ? ഈ ഉള്ള ആപ്പ് ആക്യുറേറ്റ് ആണോ? നമ്മൾ ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണ്, ഇവിടെ ആരും ഇല്ല എന്ന് കാണിച്ചിട്ട് അവിടെ ചെല്ലുമ്പം അതിന് അത് ചിലയിടത്ത് അൺഅവൈലബിൾ ആണ് മിക്കവാറുള്ള. അതുകൊണ്ട് നമ്മൾ കൂടുതലിപ്പം പ്രൈവറ്റാണ് നോക്കുന്നത്. KCB ആണ് നമുക്ക് ലാഭം. ഈ പ്രൈവറ്റ് ആക്യുറേറ്റ് ആണോ? പ്രൈവറ്റ് ഓൾമോസ്റ്റ് അല്ല, അത് പ്രൈവറ്റ് അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ആക്യുറേറ്റ് ആയത്. ഓക്കെ. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ BP-യുടെ പമ്പിൽ ഇപ്പം അതിൻ്റെ ഉള്ള ഇതുണ്ട്. നമ്മളിപ്പോൾ തെങ്കാശി അടുത്തിടയ്ക്ക് പോയായിരുന്നു. ഓക്കെ. ഏതില് നമ്മൾ നെക്സോണിൽ. അപ്പോൾ അവിടെ ഉണ്ട് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ആയി വരുന്നുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ട് ഈ തമിഴ്നാട് ആ ഇതിൽ മെയിൻ റോഡുകളിലെല്ലാം ഈ BP-യുടെ പമ്പിലേക്ക് മൊത്തം ചാർജ് സ്റ്റേഷനും കൂടെ അതിൻ്റെ കൂടെ തന്നെ വരുത്താനുള്ള ഇത്. ഓക്കെ. ലോങ് തമിഴ്നാട്ടിലൊക്കെ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പോയിട്ടില്ല. അച്ഛൻ പറഞ്ഞത് അച്ഛൻ അതായിരുന്നു ലോങ് പോകാൻ കൂടുതൽ റേഞ്ച് കൂടുതലുള്ള ഈ വണ്ടിക്ക്. അപ്പം ഇത് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ. ഇത് ഷോർട്ട് ഡ്രൈവിന് കൂടുതൽ യൂസ് ചെയ്യും എടുക്കാറുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം ഒരു ഹൈ ക്രോസ് കിടക്കുന്നു, ഇന്നോവ ഹൈ ക്രോസ് കിടക്കുന്നു, ZX ഓപ്ഷനിൽ കിടക്കുന്നു അല്ലേ, ഏറ്റവും ടോപ്പ് വേരിയൻ്റ് കിടക്കുന്നു. അപ്പം പെട്രോൾ യൂസ് ചെയ്യുന്നു, ഡീസൽ യൂസ് ചെയ്യുന്നു, ഹൈബ്രിഡ് യൂസ് ചെയ്യുന്നു, ഇലക്ട്രിക് യൂസ് ചെയ്യുന്നു. അതിൽ ഹൈബ്രിഡിൻ്റെ ഇലക്ട്രിക്കയുടെ ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഇപ്പം ഇതിലേതാണ് ഏറ്റവും ഇന്നത്തെ കാലത്ത് കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നത്? കാരണം പലരും പറയുന്നു ഇലക്ട്രിക്കിലോട്ടൊന്നും പോകാറായിട്ടില്ല, ഹൈബ്രിഡാണ് ഇപ്പോൾ ഏറ്റവും എടുക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം നിങ്ങൾ 3 യൂസ് ചെയ്തതുകൊണ്ട് ഏത് ഫ്യൂവൽ മോഡാണ് ബെറ്റർ? സിംഗിളായിട്ട് പോകുമ്പോൾ എപ്പോഴും ഇലക്ട്രിക് തന്നെയാണ് ലാഭം. കാരണം ഈ വണ്ടിക്കകത്ത് ഈ രണ്ടിനും ചിലവാകുന്നില്ല നമ്മുടെ കയ്യിൽ. കാരണം സോളാറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം പൈസ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോളാർ വെച്ചിട്ടുണ്ടല്ലോ. സോളാർ വെച്ചിട്ട് എത്ര കിലോ വാട്ടാണ്? 5 കിലോവാട്ട്. 5 കിലോ വാട്ട്. 2 കാറ് ചാർജ് ചെയ്യുന്നുണ്ട്. എത്ര AC ഉണ്ട് ഇവിടെ? ഈ ചൂടല്ലായിരുന്നു ഇപ്പൊ. അപ്പോൾ 3 AC ഉണ്ട്. 3 AC ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഇത്ര നാളും നല്ല വെയിലും ചൂടുമായിരുന്നു, മിക്കവാറും ഓൺ ആയിരുന്നു. എന്നിട്ടും ബില്ല് വന്നതെന്ന് പറഞ്ഞാൽ 6000. ഓക്കെ, അത് ശരി. 2 വണ്ടിയും ചാർജ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് 6000. അത് നല്ല ലാഭമാണല്ലോ. ഓക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം സിംഗിളായിട്ട് പോകുമ്പോൾ, അതായത് ഒരു ബൈക്ക് 2 വീലർ യൂസ് ചെയ്യുന്ന പോലെ ഇത് കൊണ്ട് നടക്കാം. അത്രയും പോലെ എക്സ്പെൻസ് വരുന്നില്ല. പക്ഷെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ഹൈബ്രിഡാണ്. കാരണം ഇത് നമ്മൾ കുത്തി ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം. അവരെയും കൂടെ അത്ര നേരം വെയിറ്റ് ചെയ്യിക്കണ്ടല്ലോ. അപ്പോൾ ഹൈബ്രിഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിന് നല്ല മൈലേജും കിട്ടുന്നുണ്ട്. അത് എത്ര കിട്ടുന്നുണ്ട്? ഏകദേശം ഒരു 9. ഇപ്പം എനിക്ക് ഓടിച്ചിട്ട് ഒരു 19.6 ഒക്കെ കാണിക്കുന്നുണ്ട്. നേരത്തെ അതൊരു ആക്ഷൻ വെച്ച് നമ്മൾ ഓടിച്ചാൽ കറക്റ്റ് പാറ്റേണിൽ ഓടിച്ചാൽ കറക്റ്റ് ആയിട്ട് അത്രയും കിട്ടും. ഈ കമ്പനി പറയുന്നതിന്റെ അടുത്ത് തന്നെ കിട്ടും. ഓക്കെ. അതിൽ മാക്സിമം കിട്ടിയേക്കുന്നത് 19 ആണ്. എനിക്ക് 19.56 അത്രയൊക്കെയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കണം. അതിന് ഓൺ റോഡ് എത്രയായിരുന്നു ZX ഓപ്ഷണലിന്? അതിന് 39. വെയിറ്റിംഗ് പീരീഡോ എത്ര മന്ത്സ് ആയി കാണും? കഴിഞ്ഞ വർഷം ജൂണിലാണ് ബുക്ക് ചെയ്തത്. ഈ വർഷം ഫെബ്രുവരി കിട്ടി. ഓക്കെ. അപ്പോൾ ഏതാണ് പൊതുവെ പറയുകയാണെങ്കിൽ, ഇതാണോ ഹൈബ്രിഡ് ആണോ ഇഷ്ടം? അത് ചോദിക്കുമ്പോൾ ഈ ഇലക്ട്രിക് ആയിരിക്കും. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവ് വരുന്നില്ല. നമ്മൾ പോയിട്ട് വരുമ്പോൾ പോക്കറ്റ് കാശ് കാണും. നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും എറണാകുളം പോകുകയാണെങ്കിൽ തന്നെ 2000 രൂപയ്ക്ക് അടിക്കേണ്ടി വരും. അപ്പോൾ അതില്ല, ഇത് നമ്മൾ ചാർജ് ഇൻ കേസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ മാത്രം ആ ഒരു ചിലവ്, അതും ഒരു 250-300 റേഞ്ചിൻ്റെ അകത്ത് കാണത്തുള്ളൂ. കാരണം നമ്മൾ അത്യാവശ്യം ചാർജ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരിടത്തോട്ട് പോകാൻ ഇറങ്ങുമ്പോഴേ ഇലക്ട്രിക് കിടക്കുന്നു, ഹൈബ്രിഡ് കിടക്കുന്നു, ഡീസൽ കിടക്കുന്നു, ഏതിലോട്ടാണ് ആദ്യം കണ്ടുപോകുന്നത്? ഇലക്ട്രിക്. ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്. ലോങ് ട്രിപ്പിന്റെ കാര്യം ചോദിക്കുന്നത്. ലോങ് ആണെങ്കിൽ പ്ലാനിന്റെ കാര്യമൊക്കെ വിട്, അല്ലാതെ കൂടുതൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഏതാണെന്ന് അറിയാൻ വേണ്ടി. അതെ, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകാൻ നമുക്ക് ഇലക്ട്രിക് അത്രയും പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ഇലക്ട്രിക് പോകും, ഇല്ലെങ്കിൽ ഹൈബ്രിഡ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹൈബ്രിഡ് എടുക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സെൽറ്റോസും ഓഡിയൊക്കെ അവിടെ മാറി നിൽക്കുന്നത്, അതിപ്പോൾ അധികം യൂസ് കുറച്ച് കാണും അല്ലേ? വണ്ടിക്കൊന്ന് ഓട്ടം കുറഞ്ഞു. ഈ വണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിലാണ് കൂടുതൽ. A6 എത്ര കിലോമീറ്റർ ആയി ഓടി? 1,30,000. 1.5 ലക്ഷം കിലോമീറ്റർ. സെൽറ്റോസ് കുറവാണ്, 38,000. ബാക്കി എല്ലാ വണ്ടിയും ഏകദേശം ഒരു 1,30,000 വെൻഡോ ഉൾപ്പെടെ ആയിട്ടുണ്ട്. 1,40,000 ആയി. ഇത്രയൊക്കെ ഓട്ടമുണ്ട്. എന്താ ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക്
നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ബ്രാൻഡ് പ്രോമിസ് ചെയ്ത റേഞ്ച് തരുന്നുണ്ടോ രണ്ട് വണ്ടിക്കും? ഉണ്ടോ? ഇല്ല, രണ്ടുപേരും തരുന്നില്ല. നല്ല കുറവാണ്. അങ്ങനെ ബ്രാൻഡ് പ്രോമിസ് ചെയ്യുന്ന റേഞ്ച് ഒരു വണ്ടിക്കും കിട്ടാറില്ല. അത് BYDസിന് കിട്ടാറുണ്ട്, MGക്ക് അത്രയും കിട്ടാറില്ല. അറൗണ്ട് ഒരു 300-ന്റെ അടുത്ത് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. പറഞ്ഞിട്ട് 350-300 അതിന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ഇതിനൊരു 250 to 230 പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെ, അത് കിട്ടുന്നില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഓൺ ബോത്ത് കാർസ്, രണ്ട് കാറിൽ ഏതാണ് ബിൽഡ് ക്വാളിറ്റി കൂടുതൽ തോന്നിയിട്ടുള്ളത്? ക്വാളിറ്റി നെക്സോൺ ആണ്. ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് നെക്സോൺ. അത് ശരി. ഓക്കെ. പിന്നെ എയർ കൂൾഡ് ആൻഡ് ലിക്വിഡ് കൂൾഡ് ബാറ്ററീസ് രണ്ടും തമ്മിൽ, ഇത് എയർ കൂൾഡ് ആണ്. അതാണ് സിട്രോൺ EC3യുടെ ഒരു പ്രത്യേകതയും, എയർ കൂൾഡ് കൂളിംഗ് സിസ്റ്റം വന്നിരിക്കുന്നു. അതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ? ഇതിലും ബെറ്റർ ഇതാണെന്നും എല്ലാം തോന്നിയിട്ടുണ്ടോ റിയൽ ലൈഫിൽ? അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. രണ്ടും ഓവർ ഹീറ്റിങ്ങോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ. പിന്നെ വിച്ച് വൺ യു ലൈക്ക് മോസ്റ്റ്? ഇതിലേതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോരുത്തരുടെയും ഏറ്റവും ഇഷ്ടം വണ്ടിയാണ്? എനിക്കും സിട്രോൺ തന്നെയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം സിട്രോണിൽ തന്നെ നിന്നു. അതിന്റെ കാരണം എന്താണ്? ഓടിക്കാൻ അത്രയും കംഫർട്ട്. ഇത് ഗോകാർഡ് ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി നല്ല സസ്പെൻഷൻ ആയിട്ട് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി എടുത്തടിക്കുന്ന ഒരു ഫീൽ. ഇത് അത്രയും ഇച്ചിരി കൂടെ നല്ല സസ്പെൻഷൻ. അത് ശരി. അതിന്റെ സസ്പെൻഷൻ പോരാ. പറഞ്ഞിരുന്നു സസ്പെൻഷൻ ഇച്ചിരി ഹാർഡാ. ഇത് നല്ല സുഖമാണ് ഓടിക്കാൻ. സീറ്റിംഗ് ഇത് നല്ലത്. സ്റ്റിയറിംഗ് കറക്റ്റ് പൊസിഷൻ, ഒരു എഫോർട്ട് ഇല്ലാതെ നമുക്ക് ഓടിക്കാം. ഓക്കെ. സ്റ്റിയറിംഗ് ആണെങ്കിൽ നല്ല സ്മൂത്ത്. സ്റ്റിയറിംഗ് ലൈറ്റ് ആണെന്നാണോ അതോ ഭയങ്കര ലൈറ്റ് ആണോ? ലൈറ്റ്, അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ലൈറ്റ്. സിറ്റി യൂസിന് ബെറ്റർ. അത് അത്രയും ഇച്ചിരി കൂടെ ഞങ്ങൾ ഇത് സെയിം റോഡിൽ ഓടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലാവും. ഈ വണ്ടിയില് സ്പീഡിൽ പോകുമ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് അത്ര അറിയുന്നില്ല, പക്ഷെ ഇത് കുറച്ചുകൂടെ അറിയുന്നുണ്ട്. സസ്പെൻഷനിൽ അറിയാൻ പറ്റും. ഇതിൽ എത്ര വരെ കയറിയിട്ടുണ്ട് സ്പീഡ്? ഇതില് 107 ഇത് ചെയ്ത് ലോക്കാണ്. അപ്പൊ ആ ഒരു 90+ കയറുമ്പോഴത്തെ ഒരു സ്റ്റെബിലിറ്റി ഏതിലാണ്? കുഴപ്പമില്ല, ഇതിന് കുഴപ്പമില്ല. നല്ല സംശയമില്ലാതെ ഇതിലാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റുമോ? അതിലും ഇതിനേക്കാൾ ഫുൾ ഒക്യുപ്പൈഡ് ആണെങ്കിൽ ഇത് നല്ല ആള് ഫുള്ളായി ഇച്ചിരി വെയിറ്റ് ഒക്കെ. പിന്നെ നമ്മുടെ ബാറ്ററി അടിയിലായതുകൊണ്ട് ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. രണ്ട് വണ്ടിക്ക് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ. ഓടിക്കാൻ എപ്പോഴും സുഖം ഈ വണ്ടി തന്നെ. സിട്രോൺ തന്നെയാണ് ബെറ്റർ എന്നാണ് ഇവർക്ക് പറയാനുള്ളത്. പക്ഷേ കുറച്ച് ആവശ്യമില്ലാത്ത കോസ്റ്റ് കട്ടിങ്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാതെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിന് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇത് ടോപ്പ് മോഡലാണെന്ന് പറയുന്നു, പക്ഷെ ബേസ് മോഡലിന്റെ പോലും ഒരു സാധനവും ഇല്ലാത്തിട്ടില്ല. സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ല. ഈ പ്രൈസിന് അത് കോസ്റ്റ് കട്ട് ചെയ്താൽ ടോപ്പ് മോഡലായിട്ട് പോലും ഇതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ സ്റ്റിയറിംഗിൽ ഭയങ്കര മിനിമൽ കൺട്രോൾസേ കൊടുത്തിട്ടുള്ളൂ. ക്രൂസ് കൺട്രോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ക്രൂസ് കൺട്രോൾ ഇല്ല. ഇതിൻ്റെ നമുക്ക് സോങ് സെലക്ഷനും പിന്നെ സൗണ്ടിൻ്റെ ഇതും ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ അത് മാത്രമുള്ള അതിൽ. ഓക്കെ. പക്ഷേ നമ്മുടെ ഇതിൽ വരുവാണെങ്കിൽ ഫുള്ള് അതിൽ ഉണ്ട്. അതായത് MMID ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സ്റ്റിയറിംഗിൽ തന്നെയാണ് അതിൻ്റെ MMID കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗിലുണ്ട്. ഇതിനകത്തില്ല. ഇത് MMID അവിടെ തന്നെയാണ് അതിൻ്റെ ബട്ടൺ ഉള്ളത്. അത് ആ ഒരു വ്യത്യാസം. അത് വ്യത്യാസം. പിന്നെ MIDയുടെ തന്നെ ഒരു MID മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മറ്റേ നമ്മുടെ കിഡിലൊക്കെ വരുന്ന ആ ടൈപ്പ്. ഇതിലാണെങ്കിൽ കളർ എല്ലാ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. പുതിയ നെക്സൺ നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ അടിപൊളിയാക്കി കൂടെ ഉണ്ട്. അത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയല്ലോ. ഇവരും പുതിയത് കൊണ്ടുവന്നേക്കുന്നത് മീൻസ് അപ്ഡേറ്റഡ് മോഡലിന് കുറേ കൂടെ അറിയുന്നുണ്ടോ? അതിൽ പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനിയും അറിയേണ്ടത് നെഗറ്റീവ്സ് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും രണ്ട് വണ്ടിയുടെയും നെഗറ്റീവ്സ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ വേറെ എന്തൊക്കെ പറയാനുണ്ട്? നെക്സോണിനാണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഡയലില്ലയോ, ഗിയർ സെലക്ടർ, ഡ്രൈവ് സെലക്ടർ, അത് ഇച്ചിരി ലാഗ. നമ്മൾ എന്തെങ്കിലും ഒരു ട്രാഫിക് പെട്ടെന്ന് കൊണ്ട് തിരിക്കാൻ നേരത്ത് ഇതിങ്ങനെ ഇട്ട് ചിലപ്പോൾ കറക്റ്റ് വീഴണമെന്നില്ല. നമ്മൾ തിരിക്കുമ്പോൾ തന്നെ ഇത് നേരെ പാർക്കിങ്ങിൽ പോകും. നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയാൽ നമ്മൾ നോക്കി ചെയ്യണം. അതേ ഉള്ളൂ. ഇതിന് പ്രൈസ് കട്ടിങ്ങിനുള്ള പ്രശ്നങ്ങളാണ് പറയാ. അതായത് മിറർ അഡ്ജസ്റ്റ്മെന്റും അങ്ങനത്തേത്. പിന്നെ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇതിന് സസ്പെൻഷൻ അത്ര പോരാ. ഇതിന്റെ സസ്പെൻഷൻ ഇച്ചിരി കൂടെ ബെറ്ററാണ്. ഓക്കെ, അതേ ഉള്ളൂ. അല്ല കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇല്ല. പിന്നെ രണ്ടിന്റെ പ്രൈസിനനുസരിച്ചുള്ള റേഞ്ച് കിട്ടുന്നുണ്ട് അത്യാവശ്യം. അവർ പറയുന്ന റേഞ്ചിൽ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടുന്നുണ്ട്. റേഞ്ചിന്റെ കാര്യത്തിൽ നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോൾ പറഞ്ഞു, റേഞ്ചിന്റെ കാര്യത്തിൽ അതിൽ ലിമ്മോഡ് വന്നു കഴിയുമ്പോഴത്തെ ഒരു കാര്യം അതെന്തായിരുന്നു? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പത്തനംതിട്ട വാര്യാപുരം ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു 10% അടുത്തായി. ഞാൻ പിന്നെ ചാർജിങ് സ്റ്റേഷനുള്ള എവർഗ്രീൻ്റെ അവിടെ, അതായത് ഒരു 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ.
അവിടെ വന്നപ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ അവിടെ ആയപ്പോഴത്തേക്ക് ഓഫായി വണ്ടി. ഓഫായി പോയി. ഓഫായി. അതായത് പിന്നെ ഞാൻ 10% 3 കിലോമീറ്റർ പോയുള്ളൂ. ഓ പിന്നെ ഞാൻ തള്ളിയാണ് കൊണ്ടുപോയി ചാർജിങ് സ്റ്റേഷനിൽ ഇട്ടത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും ഓഫായി വണ്ടി. അപ്പം പറയുന്നത് ലിമോഡിനെ വിശ്വസിക്കരുത്. നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്ത് ഇവിടെ പോകുന്നുള്ളൊരു പ്രതീക്ഷ വന്ന അതുകൊണ്ട് അപ്പോൾ ഒരു കഴിവതും 15 താഴെ കൊണ്ടുവരരുത്. 15 എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ? ഞാൻ അന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ഒരു ചാർജ് തന്നെ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. പക്ഷെ ഇതില് ഇച്ചിരി നമ്മളിപ്പോൾ 6 കിലോമീറ്റർ കാണിച്ചാലും നമ്മൾ അത്യാവശ്യം ഓടിച്ചാലും കുഴപ്പമില്ല. ആ പവറിന് അത്ര അങ്ങോട്ട്. അപ്പൊ ഇതിൽ കാണിക്കുന്ന റേഞ്ച് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് എന്ന് തോന്നുന്നുണ്ടോ? ആണ്, അതിനെക്കാട്ടി കുറച്ചുകൂടെ ആക്യുറസി ഇതിനാണ് കൂടുതൽ. ഓക്കെ. സിട്രോൺ EC3കൾ വളരെ കുറവാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ഏരിയയിൽ വളരെ കുറവാണ്, നമ്മളിവിടെ ഒന്നും ഇല്ല. ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സർവീസ് കാര്യങ്ങൾ എടുത്തപ്പോ പറഞ്ഞെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് ചെയ്യുമെന്നാണ്. പക്ഷെ അത് ഇല്ല. അവര് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളൊരു ഡേറ്റിൽ ബുക്ക് ചെയ്യും. അപ്പോൾ അവർ ആ ഡേറ്റിൽ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അടുത്തൊരു ഡേറ്റിലേക്ക് ബുക്ക് ചെയ്യും. പിന്നെ അവസാനം നമുക്കൊരു ആ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ പോയ വഴിക്ക് ഇവിടെ ചെയ്തു. കൊച്ചിയോ? ട്രിവാൻഡ്രത്ത് ചെയ്തു. ഓക്കെ. അങ്ങനെ ചെയ്ത് സർവീസ് കോസ്റ്റ് എന്തെങ്കിലും ആയോ? ഇല്ല, കാര്യമായിട്ടൊന്നും. സർവീസ് കോസ്റ്റ് ഒക്കെ സർവീസ് കോസ്റ്റ് 0. രണ്ട് വണ്ടിക്കും പിന്നെ അഡീഷണൽ വർക്ക് അവർ ചെയ്താൽ മാത്രം അതിന്റെ മീൻസ് വീൽ അലൈൻമെന്റോ അല്ലെങ്കിൽ ഇന്റീരിയർ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തേനൊക്കെ ചാർജസ് ആവുന്നത്. ബാക്കി എല്ലാം ഫ്രീ ആണ്, 0 കോസ്റ്റ് ആണ്. സോളാറും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും അറിയണ്ട. അപ്പൊ ഇവിടെ ഒരു ചാർജിങ് അല്ല ഒരു സമയത്ത്, അതോ രണ്ടും ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടോ? ഒരു സമയത്ത് ഒരെണ്ണമാണ് ചാർജ് ചെയ്യുന്നത്. ഒരെണ്ണം അല്ലെങ്കിൽ പിന്നെ സ്ലോ ചാർജിങ് ചെയ്യണം. രണ്ടും ഒരു സമയത്ത് കുത്തരുത്. ലോഡ് ഇഷ്യൂ വരും. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, എന്തായാലും പറഞ്ഞു വന്നപ്പോൾ സിട്രോൺ EC3 ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. രണ്ടുപേർക്കും ഫേവറേറ്റ് വണ്ടി ഇതാണെന്ന് പറഞ്ഞിരുന്നു. നെക്സാണാണ് കൂടുതൽ റോഡിൽ കാണുന്നത്. ഈ വണ്ടിയെ മീൻസ് കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വണ്ടിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വണ്ടിയുടെ ഡ്രൈവബിലിറ്റിയോ മീൻസ് സീറ്റിംഗ് കംഫർട്ടും എല്ലാം ബെറ്റർ ഇതിലാണെങ്കിലും ആളുകൾ മറ്റ് ബ്രാൻഡ്സിലോട്ട് പോകുന്നതിൻ്റെ കാരണം അതാണ്. ഏതായാലും സിട്രോൺ ഇതൊക്കെ കണ്ട് മെച്ചപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. പല യൂസേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ എടുത്തിട്ട് എന്തായാലും മെച്ചപ്പെടുത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് അച്ഛൻ്റെ ഭാഗത്തു നിന്നും മക്കളുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടി. രണ്ട് EV യൂസ് ചെയ്യുന്നതിൽ ഏതാണ് ബെറ്റർ എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോട്ടെ. ഇവരെയും കൊണ്ട് ഞാൻ ഇവർ തന്നെ മറുപടി പറഞ്ഞോളും. കാരണം ഇവർ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ ആളുകളായതുകൊണ്ട് അവരെന്തായാലും റിപ്ലൈ ചെയ്തോളും, ഇല്ലേ? ചെയ്തോളും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കൂടാതെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.